വെറുതെ കളഞ്ഞല്ലോ. അത് ചിന്തിച്ചുകൊണ്ട് കരയുകയാണെന്ന് പറയുമ്പോൾ നിനക്കും വരും ഈ ഒരവസ്ഥ. സഹോദരന്മാരെ, ഇന്ന് ക്യാൻസർ, പെടുന്നതിനുള്ള മരണം അധികരിച്ച് നാം കേൾക്കുന്നു. എത്രയോ ആകസ്മികമായ അപകടങ്ങൾ, ആക്സിഡന്റ് മരണങ്ങൾ. ഇനിയും സമയം നീട്ടിവെക്കണ്ട. അറിയോ പ്രിയപ്പെട്ടവരെ, നിന്റെ 9 ദ്വാരങ്ങളിൽ നിന്ന് 9 ദ്വാരങ്ങളിലൂടെയും വളരെ മോശമല്ലേ ഇങ്ങിക്കൊണ്ടിരിക്കുന്നു പോകുന്നത്. നിനക്ക് നല്ല ഒരു വയറിളക്കം വന്നാൽ, അമിതമായങ്ങ് പോയാൽ പിന്നെ നടക്കാൻ കഴിയുമോ? ഹെൽപ്പർ വേണം, വീൽ ചെയർ വേണം, സ്ട്രെച്ചർ വേണം. ഇതാ മനുഷ്യന്റെ അവസ്ഥ. അഹങ്കരിക്കണ്ട. ഉള്ള സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക. മൻ ഹബ്ബ സുന്നതി ഫഖദ് ഹബ്ബനി. ആരാണ് എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നത് അവനാണ് എന്നോട് സ്നേഹിക്കുന്നവനെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോൾ, ഏറ്റവും വലിയ സ്നേഹം നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തല. നബി തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇറച്ചിക്കറിയിൽ ചിരങ്ങയുടെ കഷ്ണം കണ്ടപ്പോ നബി തങ്ങൾ കയ്യിലുകൊണ്ട് ഇറച്ചിക്കറിയിൽ നിന്ന് ചിരങ്ങാ കഷ്ണം വേറെ എടുത്ത് നബി തങ്ങൾ തിന്നുന്നത് കാണുമ്പോ അനസ് റളിയല്ലാഹു അൻഹു ചിരങ്ങാ കൃഷി നടക്കുന്ന തോട്ടത്തിൽ ചെന്നുകൊണ്ട് ചിരങ്ങയെയും ചിരങ്ങാവള്ളിയെയും ചുംബിച്ചുകൊണ്ട് നബിതങ്ങൾ കരയിൽ നിന്ന് നിന്നെ എടുത്ത് തിന്നുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്ക് നിന്നോട് പ്രണയണമേ, നിന്നോട് സ്നേഹമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേറ്റം ചിരങ്ങയെ സ്നേഹിക്കുകയും നബിതങ്ങൾ ഇഷ്ടപ്പെട്ടത് ചിരങ്ങയാണല്ലോ എന്ന് പറഞ്ഞ് മരണം വരെ അനസ് എന്നവരെ വീട്ടിൽ ചിരങ്ങ ഭക്ഷിക്കുകയും ചിരങ്ങ ഉണ്ടാക്കുകയും ചെയ്തു. ഒരു സ്നേഹമായിരുന്നു അവരുടെ സ്നേഹം. അവിടുത്തെ ഒരു ചിരങ്ങ ഇഷ്ടപ്പെട്ടപ്പോ അതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുകയും ചിരങ്ങനെ ചുംബിക്കുകയും മരണം വരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്ത് വിഭവമുണ്ടാക്കിയാലും ചിരങ്ങ് ഉൾപ്പെടുത്തുമായിരുന്നു. അതാണ് സ്നേഹം. പ്രിയപ്പെട്ട മോമിനിങ്ങളെ, എത്രയോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് തകർന്നു പോകുന്നു. എത്രയോ സുന്നത്ത്. ഇന്ന് സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലിയവരുണ്ടോ? ഇന്ന് വിത്ർ നിസ്കരിച്ചവരുണ്ടോ? തഹജ്ജുദ് ലഭിച്ചവരുണ്ടോ? ദുഹാ നിസ്കരിച്ചവരുണ്ടോ? ഇങ്ങനെ കണ്ട് ചിന്തിക്കും നമ്മള്. നബി തങ്ങളെ ഖബർ സിയാറത്ത് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി വരുമ്പോ ആ ഖബറാളികളെ നോക്കി നബി തങ്ങൾ പറഞ്ഞത്, അല്ലയോ സുഹാബാ, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ ഇപ്പോ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? അറിയൂല നബിയേ. എന്താണ് ആ ഖബറാളികൾ ചിന്തിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയൂല എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തുകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നോ? ലോ സല്ലൗ റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിച്ചിരുന്നുവെങ്കിൽ, ദുനിയാവിൽ നിന്ന് ഒഴിവ് ലഭിക്കുമ്പോ 2 റകഅത്ത് നിസ്കരിച്ചിരുന്നുവെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളെല്ലാം ദുഃഖിക്കുന്ന ദിവസമുണ്ട്. അതിന്റെ മുമ്പ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സമയത്ത് കഴിവിന്റെ പരമാവധി നബി തങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക. എപ്പോഴാണ് ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിൽ ചെന്നുകൊണ്ട് മുകളിലും താഴെയും വലത്തും ഇടത്തും 4 ഭാഗത്തും മണ്ണ് നിറഞ്ഞ ആ മണ്ണറയിൽ കിടക്കേണ്ടവനാണ് ഞാനും നീയും. എത്ര സുന്ദരനാണെങ്കിലും സുന്ദരിയാണെങ്കിലും ഗൾഫിന്റെ ദീനാറിന്റെയും ദിർഹമിന്റെയും റിയാലിന്റെയും വളവളപ്പുണ്ടെങ്കിലും അമ്പര ചുംബിയായ കൊട്ടാര സമാനമായ വീടുണ്ടെങ്കിലും മൂമിനെ, കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഏറ്റവും ഉന്നതനായ വിദ്യാഭ്യാസ മന്ത്രിയല്ലയോ നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ മന്ത്രിയായി പ്രസംഗിച്ചു കൊണ്ടിരിക്കെ മരണപ്പെട്ട് വീണതോ? നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവർണറായിരിക്കെ മരണപ്പെട്ടിട്ട് 1 മാസം കഴിഞ്ഞില്ലേ ഉള്ളൂ. നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി മരണപ്പെട്ടില്ലയോ? മന്ത്രിസ്ഥാനവും ഗവർണർ സ്ഥാനവും ഏത് സ്ഥാനവും അസ്രായേലിന്റെ വിഷയമല്ല. അതുകൊണ്ട് ഇനിയും സമയമുണ്ടെന്ന് കരുതാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചോ. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. ഇന്ന് സമുദായം ഇത്ര നശിച്ചു പോയ ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅതി ഷഹീദ്, 100 ഷഹീദിന്റെ കൂലിയാണ്. 100 ഷഹീദിന്റെ കൂലിയാണ്.
അപ്പോ എത്ര കൂലി നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ ചിന്തിക്കണം. ഈ റിയാലിറ്റി ഷോകളും ടിവിയുടെ മുമ്പിൽ കമിഴ്ന്ന് കടന്നുകൊണ്ട് സീരിയലുകളും സിനിമകളും ഇന്നത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന റിയാലിറ്റി ഷോകളും മിന്നി മിന്നി മറയുന്ന വൈവിധ്യമാർന്ന ലൈറ്റുകളും കാണുമ്പോ ഇതാണ് ദുനിയാവെന്ന് കരുതരുത് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ. കഴിവിന്റെ പരമാവധി എന്തെങ്കിലും ഒരു സുന്നത്ത് കിട്ടുമെങ്കിൽ അത് എടുക്കുക. ഉള്ള സമയം മുഴുവൻ നാളത്തേക്കും വേണ്ടി നീക്കി വെക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് കരഞ്ഞ് കരഞ്ഞിങ്ങനെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ മത്തിഅനി ബിസൗജി വഅഖീ വഅബി എന്നൊക്കെ പറഞ്ഞ് നബി തങ്ങളുടെ ഭാര്യ ഉമ്മു ഹബീബ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ ദുആ ഒക്കെ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ മെല്ലെ ചെന്നുകൊണ്ട് ഉമ്മു ഹബീബയോട് പറയുന്നു, ഓ ഉമ്മു ഹബീബ, നിന്റെ ദുആ ഞാൻ കേട്ടു പെണ്ണേ. പക്ഷേ നിന്റെ ദുആകളിലൊക്കെ നീ എനിക്കും നിന്റെ ബാപ്പാക്കും നിന്റെ ആങ്ങൾക്കും നിന്റെ ഭർത്താവായ എനിക്കും വേണ്ടിയാണ് ദുആ ചെയ്തത്. അതൊക്കെ മതി, നിർത്തണം ഉമ്മു ഹബീബ. ആ സമയത്ത് കൂടി വലൗ കുന്തി ദഅൗതില്ലാഹ അൻ യുഈദകി മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നീ ദുആ ചെയ്തിരുന്നത് എങ്കിൽ എത്ര നന്നായിരുന്നു ഉമ്മു ഹബീബ. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാതെ നാളത്തേക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിൽ എത്ര നന്നായിരുന്നു നബി തങ്ങൾ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും നാം കേട്ടാ പോരാ, നമ്മുടെ ജീവിതത്തിൽ പകർത്തി. യുവാക്കളെ, 5 വക്ത് നിസ്കാരം അതായി നിസ്കരിച്ച് അല്ലാഹുവിന്റെ പുണ്യപ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച് നബി തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക. സിനിമാ നടന്മാരെയും നടികളെയും കളിക്കാരെയും ആരാധിക്കുകയും അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കൊടിയോ ഒരു ബാനറോ തൂക്കിയാൽ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, സംശയമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ നബിതങ്ങളെ കൂടെ നാളെയുണ്ട്. ആ നബിതങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ മദ്ഹ് പറയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പുണ്യപ്രവാചകനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നബിതങ്ങൾ നമ്മുടെ സ്നേഹതീരമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവന്റെ ജീവനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞല്ലോ, പുണ്യപ്രവാചകൻ ലോകത്ത് അതുപോലെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും മോശമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുണ്യപ്രവാചകനെയാണ്. ദി ഫസ്റ്റ് അറ്റോമിക് ബോംബ് ഡ്രോപ്ഡ് വെൻ ദി പ്രൊഫറ്റ് മുഹമ്മദ് ബോൺ ഇൻ മക്ക ഓഫ് അറേബ്യ. അറേബ്യയിൽ പുണ്യപ്രവാചകൻ മക്കയിൽ പ്രസവിക്കപ്പെട്ടത് അതായിരുന്നു ലോകത്ത് ആദ്യം വർഷിച്ച ആറ്റം ബോംബ് എന്ന് ഇന്ന് പാശ്ചാത്യ ലോകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഈ സമയത്ത് നബി തങ്ങളെ കുറിച്ച് ലോകത്തിന് മുമ്പിൽ നാം പറഞ്ഞു കൊടുക്കുക. അവിടുന്ന് പറഞ്ഞതെന്താ? നിങ്ങളുടെ നഖം അല്പം നീണ്ടുപോയാൽ നിങ്ങൾ പശുവിന്റെ പാല് കറക്കരുത്, ആടിന്റെ പാല് കറക്കരുത്. ആ പശുവിന്റെ അകിട് വേദനിക്കുമെന്ന് പഠിപ്പിച്ച പുണ്യപ്രവാചകൻ സ്നേഹമല്ലാതെ ലോകത്ത് എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ വീട്ടിൽ നിന്ന് വിരുന്നു പോകുമ്പോ നിങ്ങൾ ഒരിക്കലും മരങ്ങളും ചെടികളും നനക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കാതെ യാത്ര പോകരുത്. ആ മരങ്ങൾക്ക് ദാഹിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ലോകത്തിന് സ്നേഹം മാത്രമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അറിയണം, മക്ക കീഴടക്കാൻ ആയിരക്കണക്കിന് അനുയായികളുടെ കൂടെ കടന്നു വരുമ്പോ അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട്, റൂട്ട് മാറ്റണം നമ്മൾ. ആ പട്ടിക്കുട്ടികൾക്ക് മുലപ്പാൽ ലഭിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് അനുയായികളെ റൂട്ട് മാറ്റിവിട്ട പുണ്യപ്രവാചകനെ കുറിച്ച് ലോകം ചിന്തിക്കണം. സ്നേഹം നബി തങ്ങൾ ലോകത്ത് എന്ത് പഠിപ്പിച്ചത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് എവിടെയെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു പുക കാണുമ്പോഴേക്ക് മുസ്ലിമീങ്ങൾ തീവ്രവാദികളായി കണക്കാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെയാണ് നബി തങ്ങളെ കുറിച്ച് നാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ സമയത്തൊക്കെ നബി തങ്ങളെ കാരുണ്യവും സ്നേഹവും ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്ന ഇത്തരത്തിലുള്ള നബിദിന പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതെല്ലാം ശിർക്കും കുഫറുമായി കാണുന്നവരുടെ ബുദ്ധി എത്രമാത്രം അല്പമാണ്, എത്രമാത്രം മോശമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ആ വാദങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ലോകത്തിന് എന്തും നിതാന്ത ദർശനമാണ്. അവിടെ നിന്ന് പറഞ്ഞോ അത് ജീവിതത്തിൽ പകർത്തി, അല്ലേ? കാറൽ മാർക്സ് ലോകത്ത് പല ധർമ്മങ്ങളും പല തത്വങ്ങളും പഠിപ്പിച്ചു, തന്റെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയില്ല. ആളുകൾ ചോദിച്ചു, നിങ്ങളെ പുസ്തകത്തിലുള്ള ധർമ്മങ്ങളും അധ്യാപനങ്ങളും ദർശനങ്ങളും നിങ്ങളെ സ്വന്തം ജീവിതത്തിൽ ഇല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത്, ഐ ആം നോട്ട് എ മാർക്സിസ്റ്റ് ബട്ട് ഐ ആം മാർക്സ്. ഞാൻ മാർക്സിസ്റ്റ് അല്ല, മാർക്സ് ആണ് എന്നായിരുന്നു. നബി തങ്ങൾ അങ്ങനെയല്ല. അവിടുത്തെ മുഴുവൻ ലോകത്തിന് എന്ത് പഠിപ്പിച്ചു കൊടുത്തോ അതെല്ലാം ജീവിതത്തിൽ പകർത്തുകയായിരുന്നു. ഇറ്റ് ഈസ് ഈസി ടു പുട്ട് 10,000 വോള്യൂംസ് ഓഫ് ഫിലോസഫിക്കൽ റൈറ്റിംഗ്സ്. ഇറ്റ് ഈസ് ഈസി ടു പ്രൊഡ്യൂസ് 10,000 of volumes of philosophical writings than to
put one principle into the practice. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ തത്വഗ്രന്ഥങ്ങൾ ഇതാണ് വളരെ എളുപ്പമാണ്. പക്ഷെ ഒന്ന് ജീവിതത്തിൽ പകർത്തലാ പ്രയാസം. എങ്കിൽ നബിതങ്ങളെല്ലാം തന്റെ സ്വന്തം ജീവിതത്തിൽ പകർത്തി സ്നേഹവും കാരുണ്യവും മാത്രം ലോകത്ത് പഠിപ്പിച്ചു. അവിടുന്ന് കാരുണ്യമാണ്. ആ കാരുണ്യമായ റഹ്മത്തിനെ നാം സ്മരിക്കണം. ഖുർആൻ യൂനുസ് സൂറത്തിന് 58-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതെന്താ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മുഅ്മിനീങ്ങളെ സന്തോഷിക്കുക. ഈ റഹ്മത്ത് കൊണ്ട് ദേശം മുഹമ്മദ് നബിയാണ് എന്ന് ഇബ്നു അബ്ബാസ് എന്ന റഈസുൽ മുഫസ്സിരീൻ ലോകത്തെ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ദുറുൽ മൻസൂറുൽ സുയൂത്തി ഇമാമും ബഹറുൽ മുഹീത്തുൽ ഇമാം അബൂ ഹയ്യാൻ ഉൻദുർസിയും റൂഹുൽ മആനിയിൽ മഹാനായ അല്ലാമ ആലൂസി പഠിപ്പിച്ചു റഹ്മത്ത് കൊണ്ട് ദേശം മുഹമ്മദ് നബിയാണ് എന്ന്. അപ്പോൾ യൂനുസ് സൂറത്തിൽ 58-ാമത്തെ ആയത്ത് അർത്ഥം വെക്കുക. ഓ നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അബിറഹ്മതി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഫൽയഫ്റഹു, മുഅ്മിനീങ്ങൾ സന്തോഷിച്ചു കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ഹിജ്റ 110-ൽ വഫാത്തായ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞത്, വല്ലാഹി ലൗ കാന ലീ മിസ്ലു ജബലി ഉഹുദ് ദഹബ, ഉഹുദ് മല പോലെ സ്വർണ്ണത്തിന്റെ കൂമ്പാരങ്ങൾ എനിക്കുണ്ടെങ്കിലും അതെല്ലാം പുണ്യപ്രവാചകന്റെ മൗലിദിന് ഞാൻ ചെലവഴിക്കുമായിരുന്നു എന്നുള്ളതാണ്. മൗലിദിന് ചെലവഴിക്കൽ വളരെ പുണ്യമുള്ള ഒന്നാണ്. അല്ലാഹുവേ, ഈ പരിപാടിക്കാരൊക്കെ എന്തൊക്കെ നൽകിയോ അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് ഒരു 10 സ്വലാത്ത് നബിതങ്ങൾ മദ്ഹു പറഞ്ഞ സദസ്സാണ്. അതൈതു ഇലൈക യാ സനദി വഅൻത ദഖീറതി ലിഗദി ശഫീഅൽ ഖൽഖി ഖുദ് ബിയദി വകുൻ ഗൗതി റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.